കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 11 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മ സാന്നിധ്യം ഇല്ലാതായ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന് സംഭവിക്കുന്ന ദുരന്തം തൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടവനായിരുന്നു രാജാവായ ദാവീദ്. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്ന സാവൂള് കർത്താവിന്റെ അഭിഷിക്തനായിരുന്നു. എന്നാൽ ദൈവം തനിക്ക് നൽകിയ അഭിഷേകം വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കാതെ അവനത് നഷ്ടപ്പെടുത്തി. അവസാനം സ്വന്തം വാളിന്മേൽ വീണ് അവൻ മരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. കർത്താവിന്റെ സാവൂളിനെ വിട്ടുപോയി എന്ന് പല പ്രാവശ്യം കർത്താവിന്റെ വചനം ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ, പരിശുദ്ധാത്മ സാന്നിധ്യം ഇല്ലാതെ പോയാൽ ഒരു വ്യക്തിക്ക് വരുന്ന ദുരന്തം, ഒരു കുടുംബത്തിന് സംഭവിക്കുന്ന ദുരന്തം, അതൊരു സമൂഹമാവട്ടെ, സഭയാകട്ടെ, അത് വലിയ തകർച്ചയും നാശവുമാണെന്ന് രാജാവായ ദാവീദ് തിരിച്ചറിഞ്ഞു. ആയതിനാൽ ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ഈ രാജസ്ഥാനം, എൻ്റെ ഈ പൊളിറ്റിക്കൽ പവർ, എൻ്റെ ഈ സാമ്പത്തിക സുസ്ഥിതി, എൻ്റെ ആൾബലം, എൻ്റെ പ്രശസ്തി, എൻ്റെ പെരുമ, എൻ്റെ സ്വാധീനം, ഇതൊന്നും എടുത്തു കളയരുതേ എന്നല്ല ദാവീദ് പ്രാർത്ഥിച്ചത്. ദാവീദിന് അറിയാമായിരുന്നു, ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഇതൊക്കെ നശ്വരങ്ങളാണ്, താൽക്കാലികമാണ്. എന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയൊരു ദുരന്തമാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് വേണ്ടത് ഈ തിരിച്ചറിവാണ്. സഭ ഇന്ന് തിരിച്ചു വരേണ്ടത് പരിശുദ്ധാത്മ ശക്തിയിലേക്കാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം തിരിയേണ്ടത്, നമ്മുടെ സമൂഹങ്ങളെല്ലാം ഉണർത്തപ്പെടേണ്ടത്, നമ്മുടെ കൂട്ടായ്മകളെല്ലാം നവീകരിക്കപ്പെടേണ്ടത് പരിശുദ്ധ റൂഹായുടെ ശക്തിയിലാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ്, കർത്താവേ, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. നമുക്ക് ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ പിന്മഴ സഭയിൽ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ പിന്മഴയാൽ ഞങ്ങളെ കുടുംബങ്ങൾ ഉണർത്തപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ പിന്മഴയാൽ ഞങ്ങളുടെ സഭ കൂട്ടായ്മകൾ ശക്തീകരിക്കപ്പെടട്ടെ. ഒരു വലിയ ഔട്ട്പോറിംഗ് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ റൂഹായുടെ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ സഭയിൽ പ്രബലപ്പെടട്ടെ. കർത്താവേ, കൃപ ചെയ്യണമേ. കർത്താവേ, കരുണ കാണിക്കണമേ. കർത്താവേ, കരങ്ങൾ നീട്ടണമേ. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ജീസസ്, ജീസസ്. അപ്പോസ്തല പ്രവൃത്തി 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇതാണ് സഭയ്ക്ക് ആവശ്യം, ഇതാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട കുടുംബങ്ങൾ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വളരുന്ന പരിശുദ്ധ സഭ, പരിശുദ്ധാത്മാവിൽ നിറയുന്ന നമ്മുടെ കൂട്ടായ്മകളും സമൂഹങ്ങളും. ഇത് കർത്താവിന്റെ മനസ്സാണ്, സ്വർഗത്തിന്റെ പദ്ധതിയാണിത്. ഈ സത്യം മനസ്സിലാക്കി എല്ലായിടങ്ങളിലും പരിശുദ്ധ റൂഹായുടെ കാറ്റടിക്കുവാൻ, റൂഹായുടെ തീ സഭയിൽ കത്തി പടരുവാൻ, സഭ മുഴുവനിലും, സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും, സഭയുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭയുടെ കുഞ്ഞുങ്ങളിൽ, യുവജനങ്ങളിൽ, ദമ്പതിമാരിൽ റൂഹായുടെ തീ കത്തട്ടെ, റൂഹായുടെ തീ പടരട്ടെ, റൂഹായുടെ കാറ്റടിക്കട്ടെ. ശ്രദ്ധിക്കുന്നു. ആഗ്രഹിച്ച് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു.
അപ്പോസ്തല പ്രവൃത്തി 2:4 ഉച്ചത്തിലേറ്റു പറഞ്ഞ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. സ്വർഗം തരുന്ന ഈ നവമായ നിറവ്, ഈ പുത്തൻ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ഇരു കരങ്ങളും നമ്മളായിരിക്കുന്നിടത്ത് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, റുഹായേ, 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 ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ റുഹായേ, വരിക വരിക വരിക, സഭയെ ശക്തീകരിക്കുക, എംപവർ ചെയ്യുക, കുടുംബങ്ങളെ ബലപ്പെടുത്തുക, കൂട്ടായ്മകളെ പുതുക്കുക, വ്യക്തി ജീവിതങ്ങളെ നവീകരിക്കുക. സ്പിരിറ്റ് മൂവ്. ആത്മാവേ, 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 ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. പരിശുദ്ധാത്മാവേ, കടന്നു ചെന്ന് പ്രവർത്തിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സ്തുതി ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരും ആത്മാവിൽ നിറയട്ടെ. ജീസസ്, ജീസസ്. കരങ്ങളടിച്ച് എല്ലാവരും ഒരുമിച്ചൊരു മനസ്സോടെ ഒന്നിച്ചു പാടി പ്രാർത്ഥിച്ച്, പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, തന്നിടുന്നെന്നെ പൂർണ്ണമായി നാഥാ നിൻ ആ പഴയ കാലം ഒന്ന് ഓർത്ത് പാടിക്കേ. നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, ഹല്ലേലൂയ, തന്നിടുന്നെന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. ആഗ്രഹിച്ച് പെന്തക്കോസ്തനാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ, പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും സഭയിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ വളരട്ടെ. ആമേൻ. ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ, ഓ റുഹായേ, പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുക. ആദിമ സ്നേഹം, ആദിമ വിശുദ്ധി, ആത്മാവിൽ ആരാധന അയച്ചിടുനാഥ നിഞ്ചനമുണർന്നു മടങ്ങി. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ഈശോ, ആദിമ സ്നേഹം, യെസ്, ആദിമ വിശുദ്ധി, ആത്മാവിൽ ആരാധന അയച്ചിടുനാഥ കരങ്ങൾ നിഞ്ചനമുണർന്നു ഉയർത്തിയടിച്ച് എല്ലാം മറന്ന്, എല്ലാം മറന്ന്, പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. ഹല്ലേലൂയ, ഈശോ, പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. എല്ലാവരും ചേർന്ന് പാടിക്കേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, ആദ്യ സ്നേഹത്തിന്റെ ഓർമ്മകൾ. നാഥാ നിൻ സന്നിധിയിൽ. ആമേൻ, ആമേൻ. നാഥാ നിൻ സന്നിധിയിൽ, നാഥാ നിൻ സന്നിധിയിൽ സഭയ്ക്ക് നൽകണമേ, നാഥാ നിൻ സന്നിധിയിൽ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ, നാഥാ നിൻ സന്നിധിയിൽ. ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് നൽകണമേ. നാഥാ നിൻ സന്നിധിയിൽ. ഓ പരിശുദ്ധാത്മാവേ, നാഥാ നിൻ സന്നിധിയിൽ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഹൃദയം തുറന്ന് ഒരുമിച്ചൊരു മനസ്സോട് ഒറ്റ വിളി, യേശുവേ. ഒന്നിച്ചൊന്നിച്ച് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവേ. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പഴയ കാലം, ആദ്യ സ്നേഹം, ആദ്യ കൃപ, ആ അഭിഷേകം പകരുക, പകരുക, സഭയിലേക്ക് പകരുക. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക് യുഗാന്ത്യ സഭ മടങ്ങി വരുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആദിമ സഭയുടെ ചൈതന്യത്തിലേക്ക്, ആദിമ സഭയുടെ ഉണർവിലേക്ക്, ആദിമ സഭയുടെ കൂട്ടായ്മയിലേക്ക്, ആദിമ സഭയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവത്തിലേക്ക് യുഗാന്ത്യ സഭയെ
തിരിച്ചു കൊണ്ടുവരണമേ. ഈശോയെ 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 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ഔസേ പിതാവേ, സഭയുടെ പാലക, സകല വിശുദ്ധരെ, മലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കൂട്ടായ്മകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. നിൻ വചനം ധ്യാനിക്കുമ്പോ ഇന്ന് വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് മടങ്ങി വരിക. പരിശുദ്ധാത്മ ശക്തിയിലേക്ക് മടങ്ങി വരിക. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൽ 3 കാര്യങ്ങളാണ് അവർ കർത്താവിനോട് പറഞ്ഞത്. ഒന്ന്, അവർക്ക് മനസ്സിലായി ഒരു മടങ്ങി വരവ് ആവശ്യമാണെന്ന്. ഇന്ന് സ്വർഗം നമ്മോട് ചോദിക്കുകയാണ്, നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണോ? നമ്മൾ ഇങ്ങനെ പോയാൽ മതിയോ? മഹാനായ ലയോ 13-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, ക്രിസ്തു സഭയുടെ ശിരസ്സാണെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ഈ പരിശുദ്ധാത്മ ശക്തിയിലേക്ക് സഭ ഈ നാളുകളിൽ തിരിച്ചു വരണം. കർത്താവിന്റെ വചനം പറയുന്നു, ജനം പ്രവാസത്തിലായിരുന്നപ്പോൾ അവർ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്. അവർ ഒന്നാമതായി തിരിച്ചറിഞ്ഞു, ഞങ്ങൾക്കൊരു മടങ്ങി വരവ്, തിരിച്ചു വരവ് ആവശ്യമാണെന്ന്. രണ്ടാമത് എന്താ അവർ മനസ്സിലാക്കിയത്? അത് ഞങ്ങൾക്ക് സ്വയം സാധ്യമല്ല. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മുടെ പ്ലാനിങ് കൊണ്ടും ആസൂത്രണങ്ങൾ കൊണ്ടും മാത്രം സാധിക്കുന്നൊരു കാര്യമല്ല ഇത്. സഹോദരങ്ങളെ, നമ്മൾ എന്തോരം പ്ലാൻ ചെയ്താലും കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ പ്ലാനിങ് ഒന്നും ഫലപ്രാപ്തിയിലെത്തുകയില്ല. അങ്ങനെ എത്ര പദ്ധതികളാണ് പൊളിഞ്ഞു പോയിരിക്കുന്നത്, ഫലം കാണാതെ പോയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് മടങ്ങി വരാൻ പറ്റത്തില്ല. അത് ദൈവത്തിന് ജനം തിരിച്ചറിഞ്ഞു. കർത്താവെ, ഞങ്ങൾക്കത് സാധ്യമല്ല, ഞങ്ങൾക്ക് സ്വയം സാധ്യമല്ല. മൂന്നാമത് എന്താ പറഞ്ഞത്? കർത്താവേ, അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കണമേ, അങ്ങ് തന്നെ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ആ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ, എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. അത് കർത്താവിനെ സാധിക്കൂ. ഈ ലോകത്തിന്റെ ഒരു സംവിധാനത്തിനും നമ്മുടെ പദ്ധതികൾക്കും നമ്മുടെ ആസൂത്രണങ്ങൾക്കും നമ്മുടെ ചർച്ചകൾക്കും ഒന്നിനും ഇത് സാധിക്കില്ല. കർത്താവ് തന്നെ പ്രവർത്തിക്കണം. സ്വർഗത്തിന്റെ ഇടപെടലുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമുണ്ടാകണം. എങ്കിലേ ഈ മടങ്ങി വരവ് സാധ്യമാകുകയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ഇത് അന്നും ഇന്നും ഒരുപോലെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മ ശക്തിയിലേക്ക് തിരിച്ചു വരണം. സഭയുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താണെന്ന് ആവശ്യം? പപ്പടം പൊടിയുന്നത് പോലെ എത്ര കുടുംബങ്ങളെ തകരുന്നത്. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന വിഷയമാണ് സുപ്രീം കോർട്ട് വരെ പോകുന്നത്. ക്ഷമിക്കുവാനും എളിമപ്പെടുവാനും ചെറുതാകാനും നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. കുടുംബങ്ങൾ താറുമാറാകുന്നു, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു, കൂട്ടായ്മകൾ ശുഷ്കമാകുന്നു, മിനിസ്ട്രികളെല്ലാം തളർന്നു പോകുന്നു. ഇതെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്?
നമുക്കൊരു മടങ്ങിവരവ് കൂടിയേ തീരൂ. പരിശുദ്ധാത്മ ശക്തിയിലേക്കുള്ള ഒരു തിരിച്ചുവരവനായി കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ തൻ്റെ സഭയെ വിളിക്കുകയാണ്. റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ. എൻ്റെ സന്നിധിയിലേക്ക് വരിക, ഞാൻ ശക്തി തരാം, ഞാൻ പരിശുദ്ധാത്മ അഭിഷേകം തരാം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കുവാനും മുന്നേറുവാനും കഴിയണം. ആദിമ സഭയെക്കുറിച്ച് നമ്മൾക്കിന്ന് ഏത് കാലഘട്ടത്തിലുമുള്ള സഭയ്ക്കുള്ള ഒരു വലിയ മാതൃകയാണ് ആദിമ സഭ. ആദിമ സഭയുടെ ചൈതന്യമാണ് ഇന്ന് നമ്മുടെ സഭയ്ക്ക് ആവശ്യം, ഈ യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യം. ആദിമ സഭ പരിശുദ്ധാത്മ ശക്തിയിൽ നയിക്കപ്പെടുകയും ദിനംതോറും വളരുകയും ചെയ്ത സഭയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താ, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ പ്രവർത്തികൾ പരിശുദ്ധ റൂഹ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളാണ് നടപടി പുസ്തകത്തിൽ, ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എത്ര മനോഹരമായ ആത്മാവിന്റെ ഇടപെടലുകളാണ്. ആദിമസഭ അവർ ഈ ശക്തി അനുഭവിച്ചു. ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ആയിരുന്നില്ല, അത് വെറും ഒരു ഐഡിയ, ഒരു ആശയമായിരുന്നില്ല. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ റൂഹ, കർത്താവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് വെറും ഒരു ഫിലോസഫി, ഒരു തത്വശാസ്ത്രമായി അല്ലെങ്കിൽ ഒരു ആശയമായിരുന്നില്ല. ഇറ്റ്സ് എ ലിവിങ് എക്സ്പീരിയൻസ്. അവരെ സംബന്ധിച്ചത് ജീവിക്കുന്ന അനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു. അവരത് അനുഭവിച്ചു, അവരത് സ്വന്തമാക്കി, അവരത് കണ്ടു, അവരത് കേട്ടു, അവര് ജീവിച്ചു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ റൂഹ എന്താ നമ്മോട് പറയുന്നത്? നമ്മൾ ആദിമ സഭയുടെ അനുഭവത്തിലേക്ക് വരണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു തിരുവചനമാണ് സക്രിയ പ്രവചനം 4:6. എത്ര മനോഹരമായൊരു വചനമാണ്. അവിടെ കർത്താവ് തൻ്റെ മനസ്സ്, തൻ്റെ മിനിസ്ട്രികളെ, തൻ്റെ സഭയെ, തൻ്റെ കുടുംബങ്ങളെ, തൻ്റെ കൂട്ടായ്മകളെ എപ്രകാരമാണ് നയിക്കുന്നതെന്ന് ഈ വചനത്തിൽ കർത്താവ് പറഞ്ഞു തരികയാണ്. കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു. ഇന്ന് സെറുബാബേൽ, കർത്താവിന്റെ സെറുബാബേൽ ഞാനും നിങ്ങളുമാണ്. നമ്മുടെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുക. സന്തോഷ്, നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചൊല്ലി വിളിക്കുക. എന്താ കർത്താവ് പറയുന്നത്? സൈന്യബലത്താലല്ല. ശ്രദ്ധിക്കണമേ, കർത്താവിന്റെ മിനിസ്ട്രികൾ പോകേണ്ടത്, കർത്താവിന്റെ പരിശുദ്ധമായ സഭ പോകേണ്ടത്, കർത്താവിന്റെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത്, കർത്താവിന്റെ കൂട്ടായ്മകൾ ബലപ്പെടേണ്ടത്, കർത്താവിന്റെ സമൂഹങ്ങൾ ദിനംതോറും വളരേണ്ടത് സൈന്യബലത്താലല്ല എന്ന് പറഞ്ഞ സെക്കുലർ പവറിനാലല്ല, ഈ ലോകത്തിന്റെ വിവിധങ്ങളായ ശക്തികളാലല്ല, ഈ ലോകത്തിന്റെ കഴിവുകളാലല്ല, സൈന്യബലത്താലുമല്ല, കരബല അത് മസിൽ പവർ കൊണ്ട്, പൊളിറ്റിക്കൽ പവർ കൊണ്ടല്ല നമ്മൾ സഭയെ പണിയേണ്ടത്, കുടുംബങ്ങളെ പണിയേണ്ടത്, കർത്താവിന്റെ മിനിസ്ട്രികൾ വളരേണ്ടത്. പിന്നെ എന്താ കർത്താവ് പറയുന്നത്? എന്റെ ആത്മാവിനാലാണ്. മൈ സ്പിരിറ്റ്, എന്റെ പരിശുദ്ധാത്മാവിനാലാണ്. പിന്നെ സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ ദിനംതോറും വളരണം. പരിശുദ്ധ റൂഹായുടെ അനുഭവത്താൽ നമ്മൾ എന്നും ജീവിക്കണം. അതൊരു വിട്ടുപിരിയാത്തൊരു ലിവിങ് എക്സ്പീരിയൻസ് ആയി, ജീവിക്കുന്നൊരു അനുഭവമായി. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ അനുഭവം നമുക്ക് മാറണം. അഭിഷേകം എന്ന് പറയുന്നത് അതൊരു ആശയമോ കഥയല്ലല്ലോ, അത് അനുഭവിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. അത് ആദിമസഭ അനുഭവിച്ചു. അതാണ് കർത്താവ് പറയുന്നത്. ആദിമസഭ അവർ നേരിട്ട പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും അവരെന്താണ് ചെയ്തത്? പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്. നമുക്കൊരു വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ ചില വെല്ലുവിളികളും പ്രതികൂല സാഹചര്യങ്ങളും വന്നുപെടുമ്പോൾ
നമുക്ക് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സംബന്ധിച്ച് ജീവിക്കുന്നൊരു അനുഭവമാകണം. ജീവിക്കുന്നൊരു അനുഭവമാകണം. ആ റിയാലിറ്റിയുമായി നമുക്കൊരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടലുണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആശ്രയിക്കാൻ പറ്റും? നമ്മൾ കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത ഒന്നിൽ നമുക്ക് എങ്ങനെ ആശ്രയിക്കാൻ പറ്റും? ഇന്ന് നമ്മുടെ പരാജയം പലപ്പോഴും ഇവിടെയാണ്. എന്തുകൊണ്ട് പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് എന്തുകൊണ്ട്? ആരെ ഈ പരിശുദ്ധാത്മാവ്? സർവശക്തനായ ദൈവമല്ലേ, സർവാധിപനായ ദൈവമല്ലേ, മഹത്വപൂർണനായ ദൈവമല്ലേ? എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ട് അവന്റെ ശക്തിയിൽ ശരണപ്പെടുവാൻ നമുക്ക് പറ്റുന്നില്ല? നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഉണ്ട്. എഫെസോസിലെ വിശ്വാസികൾ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ലിവിങ് എക്സ്പീരിയൻസ് ആയിട്ടില്ല. എന്നാൽ ആദിമ സഭയിലോട്ട് നോക്ക്. ഇവിടെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. അവർ വലിയ പ്രതിസന്ധികളിൽ എന്ത് ചെയ്തു? ആത്മാവിനെ ആശ്രയിച്ചു. സക്രിയ 4:6 കെടുക്കല്ലേ? സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്. നമുക്ക് അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണാൻ പറ്റും. 4-ാം അധ്യായം 18-ാം വചനത്തിൽ അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ അസാധാരണമായ ദൈവപ്രവർത്തികൾ പൊതുസമൂഹത്തിൽ വെളിപ്പെട്ടപ്പോൾ അന്നത്തെ ജനപ്രമാണികളും യഹൂദ പുരോഹിത പ്രമുഖന്മാരും അസ്വസ്ഥരായി, അവർ ഭയചകിതരായി. ഇങ്ങനെ പോയാൽ ക്രിസ്തു മാർഗം വളർച്ച പ്രാപിക്കും. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ, ക്രിസ്തു മാർഗത്തെ നശിപ്പിച്ചു കളയാൻ അവർ കൂടി ആലോചിക്കുകയാണ്. അപ്പോസ്തലന്മാർ തങ്ങളെ മുൻപിലേക്ക് വിളിച്ചു. ആ വചനം ശ്രദ്ധിച്ച്, അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. ജനപ്രമാണികൾക്കും പുരോഹിത പ്രമുഖന്മാർക്ക് മനസ്സിലായി ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഇവരുടെ പ്രബോധനങ്ങളുടെ മുഖ്യ ആ കാതലായ വിഷയം യേശുവാണ്, യേശുവിന്റെ ഉത്ഥാനമാണ്, കുരിശുമരണമാണ്. അവർ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ നിങ്ങൾ പഠിപ്പിക്കരുത്, അരുത്. കർശനമായ താക്കീത് കൊടുത്തു. ഒരു വലിയ ക്രൈസ്തവ ആദിമ സഭയിൽ ഉണ്ടാവുകയാണ്. ജനപ്രമാണികൾ, അന്നത്തെ ഗവൺമെന്റ് അധികാരികളും സെക്കുലർ വേൾഡിൽ നിന്നും യഹൂദ മതത്തിൽ നിന്നും ഒരുപോലെ പ്രതിസന്ധി, വലിയ പ്രതികൂലമുണ്ടായി. എന്നാൽ അപ്പോസ്തലന്മാരുടെ മറുപടി എന്തായിരുന്നു? 4-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ കണ്ടത്, കേട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? 21-ാം വചനം പറയാണ്, അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി ഈ അധികാരവൃത്തം അവരെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? 23-24 വചനങ്ങൾ ശ്രദ്ധിക്കണം. തങ്ങൾ കേട്ട കാര്യങ്ങൾ, തങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ദൈവജനത്തിന്റെ മധ്യേ വന്ന് ആദിമസഭയിലെ വിശ്വാസികളോട് പങ്കുവെക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരെന്തു ചെയ്തു? 24-ാമത്തെ വചനം ശ്രദ്ധിക്കണമേ. അവർ ചെയ്തത്, എൻ്റെ സഹോദരങ്ങളെ, ഒരു വലിയ ഹർജി തയ്യാറാക്കുകയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ അതിനു വേണ്ട പലവിധ സമരമുറകൾ ചെയ്യല്ലേ ചെയ്തത്. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. കാരണം അവർക്ക് ആശ്രയിക്കാൻ വലിയൊരു അഭയകേന്ദ്രം, ശക്തി ഉണ്ടായിരുന്നു. അവരത് അനുഭവിച്ചറിഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു കഥയല്ല. പരിശുദ്ധാത്മ വെറും ഒരു ആശയമാണോ? ആണ് സഹോദരങ്ങളെ. പരിശുദ്ധാത്മ വെറും ഇന്ന് ലോകത്തിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. അതുപോലത്തെ ഒരു ആശയം മാത്രമാണോ ഹോളി സ്പിരിറ്റ്? അല്ല, സർവശക്തനായ ദൈവമാണ്. അതാ സത്യം അവർ അനുഭവിച്ചു. 24-ാം വചനത്തിൽ പറയാണ്, അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ച് കരയുകയാണ്, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ് സ്വർഗത്തിന് ഇടപെടലുകൾക്ക് വേണ്ടി. ആ ആശ്രയത്വത്തിന് സ്വർഗം കൊടുത്ത ഉത്തരം എന്താ? ഇത് ഇന്നും സഭയിൽ സംഭവിക്കും. സഭ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികള് സെക്യുലർ വേൾഡിൽ നിന്നും സഭയുടെ ഉള്ളിൽ നിന്നും
എന്തുമാവട്ടെ, ഇന്ന് സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്ത് തൻ്റെ സഭയെ ശക്തീകരിക്കുവാനും സമാശ്വസിപ്പിക്കുവാനും വളർത്തുവാനും സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സംശയിക്കേണ്ട. കാരണം സഭ പരിശുദ്ധാത്മാവിൻ്റെയാ. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാ. അന്നും ഇന്നും എന്നും സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്റെ സഹോദരങ്ങളെ, അതിന്റെ ഉത്തരം എന്തായിരുന്നു? 4:31 പറയാണ്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. കണ്ടു, അവരുടെ ഭയം മാറി, അവരുടെ വിഷാദം മാറി, നിരാശ മാറി, മുന്നോട്ട് പോകുവാനുള്ള കരുത്ത്. ആ പ്രതിസന്ധിയുടെ മുൻപിൽ, പ്രതികൂലത്തിന് മുൻപിൽ അവര് ഭയപ്പെട്ട് അവര് ചിതറിയോടിയില്ല. ആ പ്രതിസന്ധിയെ ധൈര്യപൂർവ്വം നേരിടുവാൻ, ധീരതയോടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തി. എന്തുകൊണ്ട് ആദിമ സഭയ്ക്ക് ഇത് കഴിഞ്ഞത്? അവർ ആത്മാവിനെ ആശ്രയിച്ചു. ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ കാണണോ? നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ പല പല പ്രതിസന്ധികളുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുടുംബത്തെ സ്ഥാപിതമാക്കിയിരിക്കുന്ന കർത്താവിലും അവിടുത്തെ പരിശുദ്ധാത്മാവിലും ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവിന്റെ സ്നേഹം അവരെ പൊതിയുന്നു. അവർ അചഞ്ചലരായി നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണെന്നുള്ള എത്രയെത്രയോ തിരുവചനങ്ങൾ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. സ്തുതിക്കുന്നു. എത്ര കൃപാലുവാണ് നമ്മുടെ കർത്താവ്. ആ പ്രശ്നത്തെ അവര് അതിജീവിക്കും. ഇന്നും സഭയിൽ ഇത് സംഭവിക്കും. ഇന്നും ഇതുപോലെ തന്നെ സഭയിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തനുമാണ്. എന്താ പ്രശ്നം? നമ്മൾ ആശ്രയിക്കുന്നില്ല. പലപ്പോഴും വേണ്ട വിധം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നില്ല. കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. അതിനുവേണ്ടി മുട്ടുമടക്കുവാൻ, പരിശുദ്ധാത്മാവിന് മുമ്പിൽ സമയം ചെലവഴിക്കുവാൻ, ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ, ആലോചന കേൾക്കുവാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു. പലപ്പോഴും വ്യഗ്രത പൂണ്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. അതിന് സമയം കൊടുക്കുവാൻ, മനസ്സ് വയ്ക്കുവാൻ നമ്മൾ പലരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നു, കൂട്ടായ്മകൾ ഇതാ ദുർബലമാകുന്നു, മിനിസ്ട്രികൾ ക്ഷയിക്കുന്നു, സഭയിൽ പലവിധ പ്രതിസന്ധികൾ മൂലം കലുഷിതമായ ചില അവസ്ഥകൾ ഉണ്ടാകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. സഭ കർത്താവിൻ്റെതാണ്, സഭ പരിശുദ്ധാത്മാവിൻ്റെതാണ്. സഭയെ ശക്തീകരിക്കാൻ ആത്മാവിന് കഴിയും. എന്നാൽ നമ്മൾ കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ പദ്ധതി മനസ്സിലാക്കി, അത് കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, നമ്മുടെ കൂട്ടായ്മയിലാകട്ടെ, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടും. അതാണ് ആദിമ സഭയിൽ ഈ വചനത്തിൽ നമ്മൾ കണ്ടത്. ആശ്രയിച്ചാൽ അത്ഭുതമാണ്, ആശ്രയിച്ചാൽ ഡെലിവറൻസ് ആണ്, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. വിശ്വസിക്കുക സഹോദരങ്ങളെ, ഇന്ന് സഭ ഇതിലേക്ക് തിരിച്ചു വരണം. കുടുംബങ്ങൾ തിരിച്ചു വരണം, കൂട്ടായ്മകൾ തിരിച്ചു വരണം, അത്ഭുതങ്ങൾ കാണാം. ഇന്ന് നമ്മൾ കേട്ട ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൃപയായി സ്വീകരിച്ച് ഈ അഭിഷേകത്തിൽ ജീവിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമ്മുടെ കർത്താവിനെ സമർപ്പിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ,